ഹലോ, അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡോട്ട് ആൻഡ് ഗിയുടെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടു മോയ്സ്ചറൈസർ കയ്യിലിട്ട് ഒരുപാട് റബ്ബ് ചെയ്യാണ്ട് നേരെ ഫേസിലേക്ക് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടു. അതിനുശേഷം സൺസ്ക്രീൻ ഇട്ടു. ഡോട്ടായിട്ട് ഇട്ടതിന് ശേഷം ഇന്നൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം മാൾസിൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല, എന്നാൽ നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് ഫില്ലാവും. ഒട്ടും ഇങ്ങനെ ഒരു ഹെവി ഫീൽ വരില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാലറ്റ്, അഫോർഡബിൾ ആണ്, എന്നാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ യൂസ് ചെയ്തു. ഡാസ്ലറിൻ്റെ ഐലൈനർ ഉപയോഗിച്ചു. ഉപയോഗിച്ചൊന്ന് കണ്ണെഴുതിയതിന് ശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്സ് ഒന്ന് ഫില്ല് ചെയ്തു. അതിനുശേഷം ലിപ്സ്റ്റിക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഫേസസ് കാനഡയാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും ഒരേപോലെ ചേരുന്ന ലിപ്സ്റ്റിക് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഒട്ടും ഹെവി ആയിട്ട് തോന്നില്ല, എന്തൊരു നാച്ചുറൽ അല്ലേ. ഐബ്രോസ് നിങ്ങൾ പ്രത്യേകം നോക്കിക്കോ, നല്ലൊരു ഫിനിഷിങ്ങിൽ ഐബ്രോസ് കാണാം. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫൈനലായിട്ട് ഒരു കാര്യം കൂടി ഞാൻ മറന്നുപോയി. അപ്പോൾ അത് തൊടാണ്ടൊരു സെറ്റപ്പ് ഇല്ല, കുങ്കുമം. അപ്പോൾ അതും കൂടി ഇട്ടു.